അൻവറെ കുറിച്ച് എന്താ പറയാനാ? അൻവർ ജയിക്കണം എന്നാണ് ഒരു അഭിപ്രായം. കാരണം ജനങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാലോ. ചേലക്കരയിൽ എത്രയോ വീടുകൾ പൊളിച്ചിട്ട് അത് ഇപ്പോഴും മൂപ്പര് മത്സരിക്കുന്ന സമയത്ത് റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞ സാധനമാണ്. ഇപ്പോഴും ഞങ്ങളോട് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അന്വേഷിക്കും, നിങ്ങൾ മീഡിയ അല്ലേ. എന്നാൽ ബേപ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യം എന്താണെന്ന് അറിയാൻ പറ്റും. അതാണ് ഈ അൻവറിന്റെ മുഖംമൂടി എന്താണെന്നുള്ള അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അൻവറിന്റെ അടുത്ത് കണ്ടമാനം പേഴ്സണൽ ബഡ്ജറ്റ് ഉണ്ട്. മുപ്പര് ഇവിടെ തന്നെ MLA ആയിരിക്കുമ്പോൾ തന്നെ എത്ര മാസം പുറത്തുപോയി ബിസിനസ്സിന് MLA അസംബ്ലിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അയാളുടെ ഒരു MLA ആകുമ്പോൾ അസംബ്ലിയിൽ ജനങ്ങളെ കാര്യങ്ങൾ പങ്കെടുക്കണ്ടേ? അൻവർ ഇന്ന് അങ്ങോട്ട് ചാടി, നാളെ അങ്ങോട്ട് ചാടി, മറ്റന്നാൾ അങ്ങോട്ട്. ഇപ്പൊ ഏതാ പാർട്ടിന്ന് തന്നെ ഓനക്ക് അറിയില്ല. ഓൻ ഏത് പാർട്ടിയിൽ അപ്പോൾ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. ഏത് പാർട്ടിയിലാ? തോണുമില്ല കോൺഗ്രസ് ആയിട്ട് അതിൽ ഓൻ ഉണ്ട് ഇല്ലാന്നും അറിയില്ല. അതായത് ഇവന് UDF അനുഭാവിയാണ്. UDF കട്ടാളാ. പിന്നെന്താണ് ഈ LDF സപ്പോർട്ട് ചെയ്തത്? സപ്പോർട്ടല്ല, വികസനം ആരാ ചെയ്യണേ? ഓൾക്ക് ജയിക്കുക. അതാണ്, അത് ആരായാലും. അൻവർ ഇപ്പോൾ ഇവിടെ പുതിയൊരു കാൻഡിഡേറ്റ് ആണ്. റിയാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വന്ന ഒരു MLA ആണ്. കാരണം പറയുകയാണെങ്കിൽ റിയാസ് മൊത്തത്തിൽ ഇവിടെ നല്ല വികസനമൊക്കെ ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ജയിക്കും എന്തായാലും ബേപ്പൂർ. അൻവറിന് ഒരു നിലപാടില്ല രാഷ്ട്രീയത്തിൽ. അവന്റെ നിലപാട് മാത്രമേ ഉള്ളൂ, വേറെ രാഷ്ട്രീയ നിലപാടല്ല. റിയാസിന്റെ കാര്യം എങ്ങനെയാ? റിയാസ് അടിപൊളിയാണ്. നമ്മൾ അൻവർ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റിയാസിനാണ് അവിടെ നിലവിൽ കണ്ടിരിക്കുന്നത്. കാരണം വളരെ നല്ല പ്രവർത്തനമായിട്ടാണ് റിയാസ് കാണുന്നത്. ഫറൂഖ് സംബന്ധിച്ചാൽ വളരെ മണ്ഡലത്തിൽ എല്ലാ പോരായ്മകളും നികത്തിയിട്ടാണ് റിയാസ് പോകുന്നത്. നമ്മൾ ആ കക്ഷി അവരെയാണല്ലോ നമ്മൾ കൂടുതൽ ഫ്രെയിമിൽ വരുത്തേണ്ടത്. അല്ല, അൻവർ വ്യക്തി എന്നുള്ള നല്ല ഒരാളാണ്. നല്ല കാഴ്ചപ്പാടാണ്, കഴിവുള്ള ആളാണ്. എന്നാലും പിന്നെ റിയാസിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു വെച്ച പണികൾ ഒരുപാട് കൂടെ ഉണ്ട്. താങ്കൾ പറയുന്നത് ചേലക്കരയിൽ വീട് പൊളിച്ചിട്ടുണ്ടെന്നാണ്. തീർച്ചയായിട്ടും പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരും, ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട് കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് ആ വീട് പൊളിച്ചിട്ട് ആൾക്കാരും ആ വ്യക്തികളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഡെവലപ്മെന്റും ഇല്ല എന്ന് ഞാൻ പറഞ്ഞ അല്ല, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അത്രയും ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ട്. അയാൾ എന്ത് പറഞ്ഞിട്ടാണ് അയാൾ പിന്മാറിയത്? അത് ശരിയല്ല. അത്തരത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തിനെ ഞങ്ങൾക്ക് താല്പര്യം തോന്നില്ല അയാളോട്. റിയാസ് പിന്നെ അതിൻ്റെതായ ഒരു ഇമേജുള്ള ഒരാളാണ്. റിയാസ് നമ്പർ 1. അല്ല, ഞാൻ PV അൻവറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ? അത് നല്ലവനാ. കാഴ്ചപ്പാട് പറഞ്ഞ ആള് വ്യക്തിപരമായിട്ട് നല്ലവനാ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളുടെ ഓട്ടോ ഡ്രൈവർ അല്ലേ? ഓട്ടോ ഡ്രൈവർ. ഈ ഓട്ടോ ഡ്രൈവർ എന്ന നിലയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് റോഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടോ? റോഡൊക്കെ നന്നാക്കിയിട്ട് ഒരു ഇതൊക്കെ റോഡ് നന്നായി. എന്താണ് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ? അങ്ങനത്തെ ഒരു അതിനൊരു വികസന പ്രവർത്തനം അതിനോത്രം കണ്ടു. അൻവർ എങ്ങനെയാ? അൻവർ തല്ലിപ്പൊളിയാ. അയാൾ ശരിക്കും തല്ലിപ്പൊളിയാ. കരിങ്കാലി എന്ന് വേണേ പറയാം. അയാൾ കരിങ്കാലി എന്ന് പറയാം. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബേപ്പൂർ മണ്ഡലത്തിലാണ്. UDF വേണ്ടി PV അൻവറും LDF വേണ്ടി മുഹമ്മദ് റിയാസുമാണ് ഏറ്റുമുട്ടുന്നത്. എങ്ങനെയുണ്ട് മുഹമ്മദ് റിയാസ്? എങ്ങനെയുണ്ട് PV അൻവർ? ഇനി ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ പറയട്ടെ. അൻവറും റിയാസും ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ മണ്ഡലത്തിലാണല്ലോ. അൻവറും റിയാസിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അൻവറിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്, എന്നിട്ട് റിയാസിനെ കുറിച്ച് ചോദിക്കാം. എങ്ങനെയുണ്ട് അൻവറിനെ? അൻവറെ കുറിച്ച് എന്താ പറയാനാ? അൻവർ ജയിക്കണം എന്നാണ് ഒരു അഭിപ്രായം. കാരണം ജനങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാലോ. ചേലക്കരയിൽ എത്രയോ വീടുകൾ പൊളിച്ചിട്ട് അത് ഇപ്പോഴും മൂപ്പര് മത്സരിക്കുന്ന സമയത്ത് റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞ സാധനമാണ്. ഇപ്പോഴും ഞങ്ങളോട് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അന്വേഷിക്കും, നിങ്ങൾ മീഡിയ അല്ലേ, നിങ്ങൾ മീഡിയക്ക് അറിയാലോ. ഇത് അന്വേഷിച്ച് കിട്ടുന്ന കാര്യമൊന്നുമല്ലല്ലോ. നിങ്ങൾ മീഡിയക്കാരൊന്ന് പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്ക്. അന്വേഷിക്കും പറയാം. അത്രയും വീടുകൾ പൊളിച്ചിട്ടിട്ട് അവർ ചേലക്കരയായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് നമ്മളൊക്കെ അവിടെയുള്ള ആൾക്കാർക്ക് അറിയാം ഈ കാര്യങ്ങൾ. അപ്പം അതൊന്ന് അനുഭവിക്കാനുള്ള യോഗം ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടാവണമെങ്കിൽ ഞാൻ പറയിക്കണോ? അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. അവിടെ പൊളിച്ചിട്ടുണ്ടോ? ഉറപ്പ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളത് പോയി അന്വേഷിക്കുക. റിയാലിറ്റി നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞതല്ല കാര്യം. നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിക്കുക. ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ, നിങ്ങൾ ഏതാ മീഡിയ? പീപ്പിൾ വോയിസ് ആണ്. എന്നാൽ നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിക്കുക. എത്ര മീഡിയകളുണ്ട്? ഒന്ന് പോയിട്ട് അന്വേഷിച്ചാൽ അവിടുത്തെ ഗ്രൗണ്ടിൽ എന്താണ് പിക്ചർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ലേ? ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അന്വേഷിച്ചാൽ സത്യം മനസ്സിലാവില്ലേ? നിങ്ങൾ അവിടെ പോയിട്ട് അവിടെയുള്ള കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത്, അവിടെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ പൊളിച്ചിട്ടുള്ള വീടുകളെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ആരൊക്കെ വീടുകൾ പൊളിച്ചത് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. അവർ നിങ്ങളോട് പറഞ്ഞൊരു കഷ്ടപ്പെടുകയാണ് അവര്. നിങ്ങൾ ശരിക്കും അന്വേഷിച്ച് നോക്കുക. നിങ്ങൾക്ക് കറക്റ്റ് പിക്ചർ കിട്ടും. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഏതൊരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ ഒരു ഹൈപ്പ് ഉണ്ടാക്കുക, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്കറിയാം റിയാസ് എന്താ. റിയാസ് എങ്ങനെയാണ്? റിയാസ് മിനിസ്റ്റർ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് ഫറൂഖ്കാർക്കും വേപ്പൂർക്കാർക്കും ഒന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ, കുറച്ച് അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഒരു പഴയ പാലുണ്ട്, അപ്പുറത്ത് നോക്കിയാൽ പുതിയ പാലുണ്ട്. അതുപോലെ ഈ മണ്ഡലത്തിലുള്ള റോഡുകൾ, ആശുപത്രികൾ, എല്ലാ മേഖലക്കകത്തും നന്നായിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയിൽ എല്ലാം ടച്ച് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. വേപ്പൂരത്തെ ജനങ്ങൾക്ക് അറിയാം റിയാസ് എന്താണെന്നും, റിയാസ് ഇവിടെ എന്തൊക്കെ വികസനം കൊണ്ടുവന്നിട്ടുണ്ടെന്നും, എന്തൊക്കെ പോരായ്മകളുണ്ടെന്നും വളരെ കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഉള്ള ആളാണ് റിയാസ്, ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചാണ് പോയി അന്വേഷിക്കുക എന്ന് പറയുന്നത്. ഞാൻ പോവും. നിങ്ങൾ പോകണമെന്ന്. നിങ്ങൾ മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ മൊത്തം മീഡിയകളോട് പോകണം.
പോയിട്ട് അന്വേഷിച്ചാൽ ഈ സത്യമായിട്ടുള്ള അവസ്ഥ എന്താണ്. അൻവർ പോയതും അവിടെ ആളുകളെ കണ്ടതും ആളുകളായിട്ട് സംസാരിച്ചതും അവരുടെ അടുത്ത് നിന്ന് പിന്നെ ഉറപ്പ് കൊടുക്കുന്നതൊക്കെ മീഡിയയുടെ മുമ്പിൽ വെച്ചിട്ടില്ല. ഇതുപോലത്തെ ഒരു മൈക്കുമായിട്ട് വന്നിട്ടല്ലേ അത് അൻവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അറിയാൻ പറ്റുമല്ലോ. എല്ലാ മീഡിയകളും പോകണം എന്നുള്ളതാണ്. ഇതൊന്നും ജനങ്ങളുടെ മുമ്പിൽ മൂടി വെച്ച സാധനങ്ങളല്ല, ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയമില്ല, നിങ്ങൾ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പിക്ചർ നിങ്ങൾക്ക് കിട്ടും. നിർബന്ധമായിട്ടൊന്ന് പോയിട്ട് അന്വേഷിക്കണം. ഒരു മീഡിയ ആണല്ലോ നിങ്ങൾ, മീഡിയ എന്നുള്ള അതൊന്ന് അന്വേഷിച്ചാൽ എന്നാൽ ബേപ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യം എന്താണെന്ന് അറിയാൻ പറ്റും. അതാണ് ഈ അൻവറിന്റെ മുഖംമൂടി എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. റിയാസ് നല്ല വ്യക്തിയല്ലേ, സൂപ്പർ വ്യക്തിയാ. ഇപ്പൊ ഇവിടെ എന്ത് പരിപാടി നടക്കണ റിയാസ് ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല ഇവിടെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് നല്ല പ്രവർത്തനമാണ്, ജനങ്ങളുടെ ഇടയിൽ നല്ല പ്രവർത്തനമാണ്, നല്ല സൂപ്പർ പ്രവർത്തനമാണ്. ഇപ്രാവശ്യം ജയിച്ചു കൊടുത്തത്. അൻവർ എങ്ങനെയാണ് എന്റെ ചോദ്യം? രണ്ടുപേരെ കുറിച്ച് ഞാൻ ചോദിക്കാം. അൻവർ എങ്ങനെയാ? അനുവർ ഇന്ന് അങ്ങോട്ട് ചാടി, നാളെ അങ്ങോട്ട് ചാടി, മറ്റന്നാൾ അങ്ങോട്ട്. ഇപ്പൊ ഏതാ പാർട്ടിന്ന് തന്നെ ഓനക്ക് അറിയില്ല. ഓൻ ഏത് പാർട്ടിയിലാണ് നിൽക്കണത് ഓനക്ക് അറിയില്ല. ആ അവസ്ഥയിലപ്പോൾ അനുവർ നിൽക്കുന്നത്. ഇപ്പോൾ ഓനെ പാർട്ടി ചേർത്തിട്ടില്ല. ഇപ്പോൾ പാർട്ടി അംഗീകരിച്ചില്ല ഇവിടെ നിൽക്കാന്. ഓ വെറുതെ നിൽക്കുന്നുണ്ട്, ഓന് നടന്ന കളിക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ. എന്താണെന്നൊന്നും അറിയില്ല. എന്തുകൊണ്ടാ അംഗീകരിച്ചില്ല, പാർട്ടി അംഗീകരിച്ചില്ല എന്ന് പറയുന്നത്? ഓൻ ഏത് പാർട്ടിയിലാണ് അപ്പോൾ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. ഏത് പാർട്ടിയിലാ? തൂണുമിൽ കോൺഗ്രസ് പറഞ്ഞിട്ട് അതിൽ ഓൻ ഉണ്ട് ഇല്ല എന്നും അറിയില്ല. ആരാ അറിയണോനെ? ഏത് വയസ്സിലറിയണേ? ഓ CPM-ന്റെ ഒപ്പം കോൺഗ്രസ് നേടി CPM-ന്റെ ഒപ്പം നിന്നിന്റെ കാലത്ത് ആൾക്കാർ അറിഞ്ഞു. ഇപ്പൊ ഓനെ അറിയില്ല. ഇപ്പൊ അവസരവാദിയായിട്ട് അങ്ങോട്ട് ഇവിടെ ചാടിക്കൊണ്ട് നിൽക്കല്ലേ. അപ്പൊ ഇവിടെ സ്ഥിരം നിൽക്കണ ഒരാൾ ജയിക്കണം നമുക്ക് ഇവിടെ. മൂപ്പരിപ്പോ നാളെ വോട്ട് ചെയ്ത് മറ്റന്നാളേക്ക് ചാടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. റിയാസ് അതല്ലല്ലോ. ഇപ്പൊ 10 കൊല്ലം തുടർച്ചയായിട്ട് ഇവിടെ നിൽക്കല്ലേ. അപ്പൊ ആ വ്യക്തിയായിട്ട് എല്ലാവർക്കും എല്ലാ സർവീസും എല്ലാവർക്കും നല്ല പരിചയം ഒക്കെ ആണ് മൂപ്പരായിട്ട്. നമുക്ക് ആ അഭിപ്രായമുള്ളൂ. റിയാസ് ജയിക്കും എന്തായാലും. ഇവിടെ ആര് ജയിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് ആദ്യം എന്നോട് ചോദിക്കുകയാണ്. അതായത് ഇവിടുത്തെ ഡെവലപ്മെന്റുകൾ, മറ്റുള്ള സംഭവം, ബേപ്പൂർ എന്തായിരുന്നു, എന്താണ് അവസ്ഥ, പല അപവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വികസനമില്ല, സ്കൂളില്ല, മറ്റുള്ള സംഭവങ്ങളൊക്കെ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് കേരളത്തിലും ഇന്ത്യയിലും മൊത്തത്തിലുള്ള കാര്യമാണ് പറയണത്. ഒരു കോഴിക്കോട് ബേപ്പൂരിനെ കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കേന്ദ്ര ബഡ്ജറ്റ് വന്നതും കേരള ഗവൺമെന്റിന് ഇപ്പോഴത്തെ പോക്കും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ജനങ്ങളെ പിഴിയുന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, റിയാസ് എന്നുള്ള ഒരു വ്യക്തിയുണ്ടല്ലോ, റിയാസ് മിനിസ്റ്ററാണല്ലോ ഇവിടെ. റിയാസ് മിനിസ്റ്റർ വന്നതിൽ പിന്നെ ഇവിടെയുള്ള പാലങ്ങളോ മറ്റുള്ള സംഭവങ്ങളോ, എന്റെ ചോദ്യമാണ്, ഇവിടെയുള്ള പാലങ്ങളോ മറ്റുള്ള സംഭവങ്ങളോ അവിടെ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആ മിനിസ്റ്റർ എന്നുള്ള? റിയാസിനെ സംബന്ധിച്ചിടത്തോളം പറയാന്ന് വെച്ചാൽ ടോപ്പ് വർക്കറാണ്, ഏറ്റവും ടോപ്പ് വർക്കറാണ് മുഹമ്മദ് റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വികസനത്തിന്റെ വേപ്പൂർ നിയോജക മണ്ഡലത്തിലെ വികസനം കണ്ടും കൊണ്ടാണ് ഞാൻ ആ പറയുന്നത്. അതേ സ്ഥാനത്ത് ഇവിടെ മറ്റുള്ള നിയോജക മണ്ഡലത്തിലുള്ള മെമ്പർമാർ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത്രയും ബഡ്ജറ്റ് ഇറക്കിയിട്ടില്ല. ഇപ്പം ബഡ്ജറ്റ് ഇപ്പം 2 കോടിൻ്റെ 27 കോടിൻ്റെ പരിപാടിയൊക്കെ വരുന്നും നിൽക്കുന്നുണ്ട്. വന്നിട്ട് 50% ആയിട്ടേ ഉള്ളൂ. അത് വരുന്ന പ്രതീക്ഷിക്കാം. മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കെങ്കിലും ഫിനിഷ് ആവട്ടെ എന്നുള്ള ഒരു ഇതിലാണ്. കഴിഞ്ഞ 100% പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരിനെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് MLA ആയിരുന്നല്ലോ കുറേ കാലം. മൂപ്പര് നിലമ്പൂരിലും മറ്റുള്ള വയനാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് മൂപ്പരെ ബഡ്ജറ്റ് ഇറക്കണത്, മൂപ്പരെ പേഴ്സണൽ ബഡ്ജറ്റ് ഇവിടെ ഇറക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്ക് അറിയുന്ന കാര്യമാണ്. പേഴ്സണൽ ബഡ്ജറ്റ് കണ്ടമാനം മൂപ്പരടുത്തുണ്ട്. അൻവറിന്റെ അടുത്ത് കണ്ടമാനം പേഴ്സണൽ ബഡ്ജറ്റ് ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പേഴ്സണൽ ബഡ്ജറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മൂപ്പര് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് ഇവിടെ തന്നെ MLA ആയിരിക്കുമ്പോൾ തന്നെ എത്ര മാസം പുറത്തുപോയി ബിസിനസ്സിന്? MLA അസംബ്ലിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അയാളൊരു MLA ആകുമ്പോൾ അസംബ്ലിയിൽ ജനങ്ങളെ കാര്യങ്ങൾ പങ്കെടുക്കണ്ടേ? ബിസിനസ് മാത്രം മതിയോ? പോരല്ല. അതേ ഒരു വ്യക്തി നമ്മൾ ബേപ്പൂർ കൊണ്ടിട്ടാൽ എന്തായിരിക്കും എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളോട് അങ്ങോട്ട് മറു ചോദ്യം. ഞാൻ പറയുന്നത്, ബിസിനസ് ഒരു MLA എന്നുള്ള സംഭവത്തിൽ ബിസിനസിന് വേണ്ടി ദീർഘകാലം മാറി നിൽക്കുക എന്നുള്ളത് എനിക്ക് യോജിപ്പില്ല. നിർന്നിട്ടില്ലേ? നിന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഇപ്പോൾ 5-10 കൊല്ലത്തിൽ 9 കൊല്ലം ഇവിടെ മുഹമ്മദ് റിയാസ് ഉണ്ട്. അല്ല 5 കൊല്ലം ഇപ്പം നമുക്ക് പരിപൂർണമായിട്ട് ഇപ്പം കാണാൻ കഴിഞ്ഞു. ഞാൻ ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിന് 67 മുതൽ നിങ്ങളെ ജനനത്തിൻ്റെ മുമ്പായിട്ട് ചാത്തനി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അഭിവൃദ്ധിയാണ് ഇവിടെ ബേപ്പൂര്. ഈ ഹാർബറൊക്കെ വരുന്നതിൻ്റെ മുമ്പ്. പക്ഷേ ഈ അൻവർ പുതുമുഖ, പണം എവിടെ നിന്നും വരുന്നത്, എങ്ങനെ വരുന്നതെന്നുള്ളത് പ്രവചിക്കാൻ പറ്റില്ല. അയാൾ ഒരു സംഘടനൻ്റെയും ഭാഗമല്ല. വ്യക്തിപരമായിട്ട് നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൂടായില്ല. അൻവർ ആദ്യമായിട്ടാണ് ഈ മണ്ഡലത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പേ നിലമ്പൂര്, ചേലക്കര ആ ഭാഗത്തുകളിലൊക്കെ പല ഇതിലും മത്സരിച്ചിട്ടുള്ള ആളാണ്.
അവിടെയും പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് നിറവേറ്റാത്ത, അതായത് 100ഓളം വീടുകൾ പൊളിച്ചിട്ടിട്ട് അതിന് പുതിയ വീടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അദ്ദേഹം അത് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിനോട് പറയുകയാണെങ്കിൽ ഇതേപോലെ വാഗ്ദാനങ്ങൾ ബേപ്പൂർ മണ്ഡലത്തിന് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർ ആ വാഗ്ദാനത്തിൽ കുടുങ്ങി താന്നു പോവുകയല്ലാതെ നേർന്നു വരാൻ സാധിക്കുകയില്ല. താങ്കൾ പറയുന്നത് ചേലക്കരയിൽ വീട് പൊളിച്ചിട്ടുണ്ടെന്നാണ്. തീർച്ചയായിട്ടും പൊളിച്ചിട്ടില്ല. നിങ്ങളിൻ്റെ കൂടെ വരും, ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട് കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് ആ വീട് പൊളിച്ചിട്ട് ആൾക്കാരെയും ആ വ്യക്തികളെയും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുവരെ ആ വീട്ടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അത്ര സ്ഥിതി ഉണ്ടോ? ഉണ്ട്. ഓക്കെ. ഇനി അതുകൊണ്ടാണോ അൻവറിനെ കുറിച്ച് ഇത്തരം കാഴ്ചപ്പാട്? അതായത് സ്ഥിരമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിറവേറ്റുകയില്ല. അതുകൊണ്ടാണ് അയാളെ പിന്നാലെ പോകാൻ മടിയിട്ടുള്ളത്. റിയാസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താ? റിയാസ് അതായത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം, അതായത് തെരഞ്ഞെടുപ്പിന് പ്രകടന പത്രിക പുറത്തിറക്കും. ആ പ്രകടന പത്രികയിലുള്ളത് ഓരോന്നായിട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞ് 100 കാര്യങ്ങളാണ് പറഞ്ഞത്. ആ 100 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ഫോർ എക്സാമ്പിൾ ആ 100 കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് മുഹമ്മദ് റിയാസ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഓരോ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിട്ട് അത് ക്രമേണ ഓരോ കാര്യങ്ങളും ഇതുവരെ അല്ല ബേപ്പൂർ മണ്ഡലമുള്ളത്. അത് ഓരോ കാര്യങ്ങൾ പുരോഗതിയിലേക്ക് വരികയാണ്. അൻവറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ റിയാസിനാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് കാര്യങ്ങൾ. അല്ല, എനിക്ക് അൻവറിന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് റിയാസിനാണ് പറയുമ്പോൾ അൻവർ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അൻവറോ? നമ്മൾ അൻവർ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റിയാസിനാണ് അവിടെ നിലവിൽ കണ്ടിരിക്കുന്നത്. കാരണം വളരെ നല്ല പ്രവർത്തനമായിട്ടാണ് റിയാസ് കാണുന്നത്. ഫറൂഖ് സംബന്ധിച്ചാൽ വളരെ മണ്ഡലത്തിൽ എല്ലാ പോരായ്മകളും നികത്തിയിട്ടാണ് റിയാസ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ അവരെയാണ് നമ്മൾ കൂടുതൽ ഫ്രെയിമിൽ വരുത്തേണ്ടത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഭൂരിപക്ഷവും ഇവിടെ കാണുന്നത്. അൻവറിനെ പഠിക്കണ്ട എന്ന് പറയുന്നത് ഒന്നുമല്ല, നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഒരാൾ നന്നായിട്ട് പോകുന്നത് കൊണ്ട് പിന്നെ മറ്റൊന്നും തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇവരെന്തൊരു പോരായ്മ വരുന്നവരല്ലേ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഈ പോരായ്മ റിയാസിനെ പറ്റിയിട്ടില്ല. അപ്പോൾ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അത്രേ ഉള്ളൂ. ഇവിടെ വികസനം നടന്നിട്ടുണ്ടോ? നന്നായി നടന്നിട്ടുണ്ടല്ലോ. വികസനം നടന്നിട്ടുണ്ടല്ലോ. നടന്നിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ എന്താ പറയാ? അത് നമ്മളൊരു വ്യക്തിപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് കണ്ടിട്ടായിരിക്കും അവർ അങ്ങനെ പറയുന്നത്. വ്യക്തിപരമായിട്ട് കാണുകയാണെങ്കിൽ അവർ പറയില്ല. വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പിന്നെ റിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അറിയാത്ത കാര്യം പറഞ്ഞില്ല. നമുക്ക് അറിയില്ല മൂപ്പരെ കുറിച്ച് നമുക്ക് അൻവറിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമുക്ക് അറിയാത്തോണ്ട്. റിയാസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? റിയാസിനെ കുറിച്ച് നമ്മൾ ഈ മണ്ഡലത്തിൽ നിന്ന ആളാണ്. നമുക്കറിയാം അത്ര വികസനം കൊണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ കണ്ട ആളാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ റിയാസ് ജയിക്കും തന്നെയാണ് തോന്നുന്നത്. റിയാസ് ജയിക്കുമെന്നതിന് അപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ജയിക്കുമെന്ന് പറയാൻ കാരണം? വികസനം. ഇപ്പൊ നമ്മൾ ഫറോക്കിനെ കണ്ടില്ല. നിങ്ങൾ ഫറോക്കിൽ കുറെ വാട്ടർ പാർക്ക് കൊണ്ടുവന്ന്, പിന്നെ ഈ പോണ വെക്കാൻ കുറെ നമ്മളെ എന്റെ മോഡലിന്റെ അവിടെ പാലം, അതേമാതിരി ഇവിടുത്തെ മേൽപ്പാലം കണ്ടില്ലേ നമ്മുടെ ചെറുവണ്ണൂര് മേൽപ്പാലം വന്ന് അനുഭാവിയാണ്. റിയാസിന്റെ വികസനം തന്നെയാണ്. അതായത് നമ്മളിപ്പോ നമ്മളവിടെ വാട്ടർ പാർക്ക് വന്ന് ഫറോക്കില്, അതേമാതിരി പാലം വരുന്നുണ്ട്. ഇപ്പൊ ചെറുവണ്ണൂര് പാലം വരുന്നത്, അതേമാതിരി മറ്റേ മോഡലിന്റെ അവിടെയുള്ള ഭാഗങ്ങൾക്ക് നന്നാക്കിയ മറ്റേ ഇത് വന്ന്, പിന്നെ അതേമാതിരി നമ്മളെ നല്ലൂര് ടൗണിൽ ഫെഡലൈറ്റ്, അങ്ങനെ നമുക്ക് ഇവിടെ കുറച്ച് നമുക്ക് കാണാൻ പറ്റിയ കുറച്ച് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുളിമൂട്, ചാലിയം പുളിമൂട്, അതൊരു വലിയ തന്നെയാണ്. ഈ ചാലിയം പുളിമൂട് എന്ന് പറയുന്നത് ചാലിയത്തുകാർക്ക് ഒരു വലിയ സംഭവം, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് വലിയ സംഭവം തോന്നുന്നു അല്ലേ? പുറത്തുള്ള ചാലിയത്തെ ആൾക്കാർക്ക് വലിയ സംഭവം തന്നെയാണ്. പക്ഷെ ഇപ്പൊ അടുത്ത് വരുന്നത് മൊത്തം പുറത്തുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കൊന്നും വലിയൊരു സംഭവമായി തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മലപ്പുറം ഭാഗത്ത്, ഈ തിരൂര് ഭാഗത്തുള്ളവരൊക്കെ കൊണ്ടോട്ടി ആ ഭാഗത്തുള്ളൊക്കെ പങ്കിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് സംഭവമായി തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. എന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. അതായത് ഇവന് UDF അനുഭാവിയാ. UDF കട്ടാളാ. പിന്നെന്താണ് ഈ LDF സപ്പോർട്ട് ചെയ്ത? സപ്പോർട്ടല്ല, വികസനം ആരാ ചെയ്യണേ ഓൾക്ക് ജയിക്കുക. അതാണ്, അത് ആരായാലും. അതിപ്പോ നമ്മള് രാഷ്ട്രീയമല്ല, വികസനം നോക്കണം, രാഷ്ട്രീയമല്ല നോക്കണം. നിങ്ങൾ UDF അനുഭാവിയാണോ? UDF അനുഭാവി അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഞാൻ രാഷ്ട്രീയമല്ല നോക്കുന്നത്. ഞാൻ നോക്കുന്നത് വികസനമാണ്. അത്രേ ഉള്ളൂ. വികസനം ഉണ്ടായിട്ടുണ്ടോ അവിടെ? റിയാസിന് ഇതിൽ വികസനം ഉണ്ടായിട്ടുണ്ട്. അല്ല, അൻവർ ആള് വ്യക്തി എന്നുള്ള നല്ല ഒരാളാണ്. നല്ല കാഴ്ചപ്പാടാണ്, കഴിവുള്ള ആളാണ്. എന്നാലും പിന്നെ റിയാസിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു വെച്ച പണികൾ ഒരുപാട് കൂടെ ഉണ്ട്. അപ്പോൾ അയാൾ തന്നെ വന്നാൽ ആ ബാക്കി പണിക്ക് കുറച്ചും കൂടി ഒരു സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ വരണ്ടെന്നല്ല. അവരാര് പിന്നെ എന്താണ് പറയാത്ത തെരഞ്ഞെടുപ്പാണല്ലോ, അതിൽ ഇന്നാൾ വരണം, അയാളെ കൊണ്ട് കഴിയുള്ളൂ എന്ന് അങ്ങനെ പറയാൻ നമ്മൾ തയ്യാറല്ല. എന്നാലും ഇപ്പോൾ അദ്ദേഹം ഒരു 10 വർഷത്തിൻ്റെ ഇടയിലുള്ള പണി എടുത്തു വെച്ചത് ഒരുപാട് കൂടെ കാണുന്നുണ്ട്. അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു ദൗത്യം അയാളെ മനസ്സിലുണ്ടാവും. പൊതുജനങ്ങളെ നമ്മളെ മണ്ഡലത്തിലെ ആള് എന്നുള്ള അടുത്ത് നമ്മുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് വ്യക്തിവിരോധമല്ല ആരോടും. ഈ അൻവർ ഇവിടെ മത്സരിക്കുന്നുണ്ട്, ജയിക്കണം എന്ന് നിങ്ങൾ പറയാത്ത എന്തുകൊണ്ടാ?
അല്ല ഇപ്പൊ ജയിക്കണം എന്നല്ല, ജയിക്കണം എന്ന് പറയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അൻവർ ജയിച്ചാൽ ഇയാൾ എടുത്തിട്ട് പണിക്ക് പിന്നെ അവിടെ ഒരു തടസ്സമാവൂല. ഇവിടെ പല ആളുകളും പറയുന്നത് വികസനം വന്നിട്ടില്ല എന്ന് പറയുന്നത്, അതിനോട് എന്താ നിങ്ങൾക്ക് പറയാം? അങ്ങനെ പറയാൻ പറ്റില്ല, അത് തെറ്റാ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല നമുക്ക് ഇവിടെ നടന്ന് അന്വേഷിച്ചാലും നടന്നു പോയി കാണുന്ന ഒരു കാര്യമാണ് കാണാൻ. നമ്മൾ തന്നെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നടന്ന് ഇവിടെ നോക്കിയാൽ ഈ 10 വർഷത്തിനുണ്ടായ നല്ല കാര്യങ്ങൾ ഇതിന് മുന്നേ ഇവിടെ പിന്നെ ഭരണകർത്താക്കൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മുടെ ബേപ്പൂർ മണ്ഡലത്തിൽ അനവധി MLA ജയിച്ചു പോയ സ്ഥലങ്ങളാണല്ലോ. അതിനേക്കാൾ ഒരു പുരോഗതി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം ഈ ഭരണത്തിനെ കുറിച്ചല്ല പറയുന്നത്, വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹം ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ ആർക്കും തിരസ്കരിക്കാൻ പറ്റില്ല. ഒരു നഗ്നമായ സത്യമാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളും ഇത് ഏത് ചാനലാണെങ്കിലും ശരി, പീപ്പിൾസ് ഏതാണെങ്കിലും ശരി, നിങ്ങൾക്കും തന്നെ ഇവിടെ നടന്ന് അന്വേഷിച്ചാൽ കാണാം. പിന്നെ എന്ത് നിലക്കും നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ഈ മെമ്പർ പഴയ മാതിരിയല്ലല്ലോ. ആദ്യം ഒരു നിലപാട് എപ്പോഴും മാറ്റി പറഞ്ഞ് ഇപ്പോൾ വീണ്ടും UDF അനുകൂലമായിട്ട് സംസാരിക്കുക. നേരത്തെ VD സതീശനെ അത്ര കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞ് അൻവറിനൊരു നിലപാടില്ല രാഷ്ട്രീയത്തിൽ. അവൻ്റെ നിലപാട് മാത്രമേ ഉള്ളൂ, വേറെ രാഷ്ട്രീയ നിലപാടല്ല. റിയാസിന്റെ കാര്യം എങ്ങനെയാ? റിയാസ് അടിപൊളിയാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അന്ന് ചുങ്കത്ത് ഒരു മിനി സിവിൽ സ്റ്റേഷൻ ജനങ്ങൾക്ക് കോഴിക്കോട് പോകേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഇന്ന് 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അതുപോലെ പല റിയാസ് വന്നതിന് ശേഷം ഈ മണ്ഡലത്തിൽ ഒരു ജനകീയമായിട്ടുള്ള ഒരു എല്ലാ കാര്യത്തിലും ഉഷാറാണ്. ആർക്കും എന്തും പറയാം. ഒരു മന്ത്രി എന്നുള്ള ലെവലിലല്ല, ഒരു സാധാരണക്കാരൻ ഉള്ള നിലയ്ക്ക് നല്ലൊരു ഇടപെടലാണ് റിയാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു അവസരവാദിയാണ്. അയാൾ പിന്നെ ഈ നിയമസഭേൻ്റെ കാലാവധി വരെ നിൽക്കാൻ അയാൾക്ക് താല്പര്യമില്ലാതെ വെറുതെ ഒരു ചെലവുണ്ടാക്കിയല്ലേ. അതിൻ്റെ ആവശ്യമുണ്ടോ? അയാൾ എന്ത് പറഞ്ഞിട്ടാണ് അയാൾ പിന്മാറിയത്? അത് ശരിയല്ല. അത്തരത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തിനെ ഞങ്ങൾക്ക് താല്പര്യം തോന്നില്ല അയാളോട്. റിയാസ് പിന്നെ അതിൻ്റെതായ ഒരു ഇമേജുള്ള ഒരാളാണ്. അത് നിലനിർത്തണം എന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അയാളെ മണ്ഡലത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം കൊണ്ടും അയാൾ തേഞ്ഞൊരു വ്യക്തിയാണ്. ആരാണ് അവസരവാദി എന്ന് പറയുന്നത്? അവസരവാദി അൻവറിനെ പറ്റിയാണ് അവസരവാദി എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ അവസരവാദി എന്ന് പറയാൻ കാരണം? അവസരവാദി എന്ന് പറഞ്ഞാൽ ഒരു നിലപാടെടുത്താൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അയാൾക്ക് തോന്നില്ല. അയാളിങ്ങനെ പല സ്ഥലത്തേക്കും ചാടിക്കളിക്കാൻ. ഇപ്പോൾ എന്താണ് വേറൊരു പാർട്ടി അയാൾ ഏതെങ്കിലും ഒരു പാർട്ടി എവിടെയെങ്കിലും ഒന്ന് നിൽക്കണ്ടേ? ഇപ്പൊ UDF അയാൾ പിന്നെ പോയി പറഞ്ഞിട്ട് UDF എങ്ങനെ നിൽക്കുക എന്നുള്ള അറിയില്ലല്ലോ. പിന്നെ അയാൾ എങ്ങോട്ടാ പോയി, ഇത് ജയിച്ചാൽ തന്നെ എങ്ങോട്ടാ ഇനി പോവുക? അപ്പം നിലക്കാൻ ഓരോ പിന്നെ എടുത്ത് കഴിഞ്ഞില്ലെങ്കിൽ അയാളെ BJPയിലേക്കോ വേറെ എന്തിലേക്കോ മാറേണ്ടി വരും സ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ. അൻവറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ആളാണ്. റിയാസ് നല്ല വ്യക്തിയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് തന്നെ ഇവിടെ ജയിക്കുള്ളൂ. ജയിക്കുന്നതല്ല, എന്താണ് നിങ്ങൾക്ക് രണ്ടുപേരെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? റിയാസാണ് ബെറ്റർ. എന്തുകൊണ്ടാണ് റിയാസ് ബെറ്റർ എന്ന് പറയുന്നത്? ബെറ്റർ എന്ന് കോഴിക്കോട്ടുകാരനാണ്. ഇവിടെ ഈ മണ്ഡലത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ്. യാതൊരു ഇത് അഭിപ്രായം നിങ്ങൾ 100 ആളോട് ചോദിച്ചാൽ 98 ആളും അതന്നെ പറയുള്ളൂ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? കാരണം നല്ല വ്യക്തിയാണ്. ഇവിടെ പിന്നെ എല്ലാ വികസനം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അൻവർ ജയിക്കൂടെ? എന്തുകൊണ്ടാണ്? നല്ല വ്യക്തിയാണ്. അൻവർ ജയിക്കുള്ളൂ. റിയാസ് തോക്കും. റിയാസ് തോൽക്കാൻ കാരണം എന്താ? ഓനിവിടെ കണ്ടില്ല നിങ്ങള് പാലത്തിന് കോടികൾ ചെലവാക്കിയിട്ട് ഭയങ്കര അൻവർ ഇപ്പോൾ ഇവിടെ പുതിയൊരു കാൻഡിഡേറ്റ് ആണ്. റിയാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വന്ന ഒരു MLA ആണ്. കാരണം പറയുകയാണെങ്കിൽ റിയാസ് മൊത്തത്തിൽ ഇവിടെ നല്ല വികസനമൊക്കെ ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ജയിക്കുന്നാലും ജയിക്കുന്നുള്ളൊരു അഭിപ്രായമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? കാരണം ഇവിടെ നല്ല വികസനമൊക്കെ നല്ല പ്രവർത്തനമാണ് മുപ്പര് ചെയ്തു കൂട്ടിയത്. അൻവർ പുതിയ വ്യക്തിയാണെന്ന് പറയുമ്പോൾ അൻവർ പുതിയ വ്യക്തിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അൻവറിന് എന്തുകൊണ്ടാണ് അൻവർ പുതിയ വ്യക്തിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത്? മറ്റുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് ഇവിടെ ആളുകൾ മത്സരിക്കാറുണ്ട്. അൻവർ പുതിയ വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഇവിടെ റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് ഇവിടെ വികസനം ചെയ്തുകൊണ്ടാണ് റിയാസ് ഇവിടെ ജയിക്കുന്നത് പറയാൻ കാരണം. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ജനങ്ങൾക്ക് റിയാസിനോടൊരു മതിപ്പുണ്ട്, അത്രേ ഉള്ളൂ. അതാ പറയാൻ കാരണം. പിന്നെ ഇനിയിപ്പോൾ അൻവർ വന്ന് റിയാസ് തോറ്റ് അൻവർ വന്നു കഴിഞ്ഞാൽ അതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൻവറിനെ പറ്റി ആൾക്കാർക്ക് പറയാണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. വികസനം ചെയ്യുന്നത് എടുത്തു പറയുന്ന പറയും. വികസനമാണ് ഇവിടെ മെയിനല്ലോ. വികസനമല്ലേ ജനങ്ങൾക്ക് വേണ്ടത്.
അതുകൊണ്ടാണ് ഈ വികസനം ചെയ്ത് റിയാസ് ഇവിടെ നല്ലൊരു വികസനം ചെയ്തെന്ന് പറയാൻ കാരണം. അതൊക്കെ ഇവിടെ വേപ്പൂർ നിയോജകമണ്ഡലത്തിൽ പൊതുവെ അൻവറിനെ അംഗീകരിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു വ്യക്തി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കാതെ അൻവറിനെ പറ്റി നമുക്ക് അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം അൻവർ നമ്മളായിട്ടുള്ള ഒരു അടുപ്പുണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അൻവറിനെ പറ്റി പറയാൻ പറ്റാത്തത്. രണ്ടാളെ കുറിച്ച് അഭിപ്രായം പറയുകയാണെങ്കിൽ റിയാസ് ഇപ്പോൾ നിലവിലെ ഇവിടെയുള്ള മിനിസ്റ്ററാണ്, വേപ്പൂർ മണ്ഡലത്തിലെ MLA ആണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ച ഒരു മിനിസ്റ്റർ തന്നെയാണ് റിയാസ്. നല്ല ഡെവലപ്മെന്റ് ആണ് വേപ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായത്. എന്തായാലും അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് ജയിച്ച് ഇവിടുന്ന് വരാൻ കഴിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു ഡെവലപ്മെന്റും ഇല്ല എന്ന് ഞാൻ പറഞ്ഞ അല്ലെ, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അത്രയും ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ട്. മേൽപ്പാലങ്ങൾ, പിന്നെ വേപ്പൂർ തുറമുഖം, ഒരുപാട് നല്ല റോഡുകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ അങ്ങനെ പറയുള്ളൂ. ആണോ? PV അൻവറിനെ കുറിച്ച് അത് മൂപ്പര് നിലമ്പൂർ ഉണ്ടായിരുന്ന ഒരു MLA ആയിരുന്നു. ഇപ്പൊ ഇവിടേക്ക് കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. കൂടുതലായിട്ട് എനിക്ക് മൂപ്പരെ കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് ആർക്കാണ് ഈ സമയത്ത് നിങ്ങളുടെ സപ്പോർട്ട് വരാം? സപ്പോർട്ട് വരെ റിയാസിന് തന്നെ. എന്തുകൊണ്ടാണ്? റിയാസ് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ടാണ്. റിയാസ് നമ്പർ 1. അല്ല, ഞാൻ PV അൻവറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ? നല്ലവനാ. കാഴ്ചപ്പാട് പറഞ്ഞ ആള് വ്യക്തിപരമായിട്ട് നല്ലവനാ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെന്താ? റിയാസ് എങ്ങനെയുണ്ട്? എന്തുകൊണ്ടാ പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ അപ്പൊ PV അൻവർ ഒന്നുമില്ല. ഒരു രണ്ടാളും നമുക്ക് രണ്ടാളും തുല്യ, അൻവറും റിയാസും ഒരേ. പക്ഷെ ആർക്കാണ് നിങ്ങളെ ഭൂരിപക്ഷം ഉണ്ടോ? അത് പറയില്ല. ചെയ്യണ്ട വോട്ട് ചെയ്യണേ പറയില്ല. അല്ല, PV അൻവർ ഞാൻ ചോദിക്കുന്നത് റിയാസ് എങ്ങനെയാ? റിയാസ് പെരുമാറ്റത്തിലൊക്കെ നല്ലവനാ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അല്ല, നമ്മൾ സംസാരിച്ചതിൽ പറയാന്ന് മാത്രം. ഇത് നമ്മ എപ്പോഴെങ്കിലും കാണുമ്പോ നല്ല വർത്തമാനം പറയും, അതന്നെ, വേറെ ഒന്നുമില്ല. അൻവർ എങ്ങനെയാ? അൻവർ കൂടുതൽ സംസാരിച്ചില്ല, കണ്ടിട്ടുള്ളൂ. ആർക്കാണ് നിങ്ങളെ ചായ്വ്? അത് പറയില്ല. നമ്മള് അൻവറിനും റിയാസിനും രണ്ടായിട്ടല്ലേ കാണുന്നത്. ആര് നല്ലത് ചെയ്യുന്നുണ്ടോ ഓർക്ക് നമ്മൾ വോട്ട് ചെയ്യും. ആരെ നല്ലത് ചെയ്യണത്, നല്ല രീതിയിൽ ഇത് വരുന്നത്, നല്ല ഭരണം നടത്തുന്നത് ഓർക്ക് വോട്ട് ചെയ്യും. കാരണം ജനങ്ങളുടെ മനസ്സിൽ നല്ലത് ആരാണെന്ന് തോന്നിയാൽ ഓർക്ക് നമ്മൾ വോട്ട് ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ആരാ നല്ലതായിട്ടുള്ളത്? നമ്മളെ മനസ്സിൽ ഇപ്പൊ നമ്മളത് പേഴ്സണലാണ്, നമ്മൾ വോട്ട് ചെയ്യുന്നതൊക്കെ പേഴ്സണലാണ്. അപ്പൊ പറയാൻ പറ്റില്ല. നിങ്ങളുടെ മിനിസ്റ്ററെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ MLA കുറിച്ച് എന്താ അഭിപ്രായം? റിയാസിന് നല്ല വികസനമൊക്കെ ഉണ്ട്. ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ വികസനമൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഓട്ടോ ഡ്രൈവർ അല്ലേ? ഓട്ടോ ഡ്രൈവർ. ഈ ഓട്ടോ ഡ്രൈവർ എന്ന നിലയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് റോഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടോ? ആ, റോഡൊക്കെ നന്നായിട്ടുണ്ട്. ഒരു ഇതൊക്കെ റോഡ് നന്നായിന്. പഴയ കാലത്ത് എന്തായിരുന്നു അവസ്ഥ? കാലത്ത് ഒരു ഇതൊക്കെ മോശം. ഇപ്പൊ നന്നായി വന്ന് റോഡൊക്കെ നന്നായി വന്ന്. റിയാസ് തന്നെ ജയിക്കുള്ളൂ. അല്ല, റിയാസ് ജയിക്കുന്നല്ല ഞാൻ ചോദിക്കുന്നത്. എന്താ കാഴ്ചപ്പാട്? റിയാസ് ആണ് നല്ല കാൻഡിഡേറ്റ് ആണ്, നല്ല മനുഷ്യനുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാൾ 5 കൊല്ലത്തെ പ്രവർത്തനം അങ്ങനെയാണ്. അങ്ങനെ പറയാൻ പറ്റിയ സംഭവം അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. എന്താണ് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ? അങ്ങനത്തെ ഒരു അതിനൊരു വികസന പ്രവർത്തനം അതിന് മാത്രം കണ്ടാണ് വേപ്പൂര്. അൻവർ എങ്ങനെയാ? അൻവർ തല്ലിപ്പൊളിയാ. അയാൾ ശരിക്കും തല്ലിപ്പൊളിയാ. കരിങ്കാലി എന്ന് വേണേ പറയാം. അയാൾ കരിങ്കാലി എന്ന് പറയാം. അയാൾ കരിങ്കാലി പണി ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. മുന്നണിന്റെ കൂട്ടത്തില്ല, ഇടതുപക്ഷ മുന്നണിന്റെ കൂട്ടത്തിലല്ല അയാൾ ശരിക്കും കരിങ്കാലിയാ. എന്തുകൊണ്ടാ കരിങ്കാലി എന്ന് പറയുന്നത്? അങ്ങനെയുള്ള അയാളെ പ്രവർത്തന സമീപനം അൻവറിന്റെ എന്തുകൊണ്ടാ കരിങ്കാലി എന്ന് പറയുന്നത്? അത് ആ രൂപത്തിലാണ്. അതിന് കാലുവരിയിട്ടാണ് അയാൾ പോയത്. അങ്ങനെ തന്നെ പോയത്. എങ്ങനെയുണ്ട് PV അൻവർ? എങ്ങനെയുണ്ട് മുഹമ്മദ് റിയാസ്? വേപ്പൂർ മണ്ഡലത്തിലെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോയത്. നന്ദി, നമസ്കാരം.